ഹലോ. അയ്യോ ഹലോ. 36 വർഷമായി അല്ലേ? 36 കൊല്ലമാണ്. എന്നെ കണ്ട വല്ല അംബാസഡറോ ടാറ്റ സുമോ എന്ന് പറഞ്ഞാൽ ബെൻസെന്ന് വിളിക്കൂല. എന്തായി കാര്യങ്ങൾ എങ്ങനെ പോകുന്നു? ഇന്ന് കുറച്ച് ഇംഗ്ലീഷ് ഗ്രീക്ക് സ്റ്റൈലിലാണ്. അല്ല, എന്നാണ് അങ്ങനെ അല്ലാത്തത്? അല്ല, വേറെ സമയത്ത് നമുക്ക് വേറെ ഏതെങ്കിലും രാജ്യം പോവാം. പ്രാവശ്യം നമുക്ക് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ അവിടെ ആൾക്കാർ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഹാഷ് ബ്രൗൺ ആണ്. US-ലും UK-ലൊക്കെ ഹാഷ് ബ്രൗൺ ആണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഹാഷ് ബ്രൗൺ ഉണ്ടാക്കാം. അതിന് ഡിപ്പ് ഗ്രീസ് എന്നാണ്, അതിന് സദ്സിക്കി എന്ന് പറയും. സദ്സിക്കി. അപ്പോൾ ആ ഒരു ഡിപ്പും പിന്നെ അതിൻ്റെ കൂടെ സണ്ണി സൈഡപ്പും ഒരു സണ്ണി സൈഡപ്പും ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ എന്നാലും ഈ ഡിഷിന് ഒരു പേരുണ്ടാവുമല്ലോ. സദ്സിക്കി served with hash browns. സജിക്ക് served with hash browns. മനസ്സിലായി. നിങ്ങൾ നേരത്തെ എവിടെയെങ്കിലും പറഞ്ഞായിരുന്നു ഈ പേര്? ചോദിച്ചായിരുന്നു. അല്ല, കൂടെ ഉള്ള ആളെ കണ്ടില്ല. ഒറ്റയ്ക്കുള്ളൂ. അയ്യോ അത് പറയുമ്പോലെ. അല്ല, ഈ പേര് കേട്ടു. ഈ പേര് പറയാൻ നമുക്ക് അറിയില്ല. അവിടെ പഠിച്ചോണ്ടിരിക്കുക. ഈ പേര് അവിടെ നിന്ന് പഠിച്ചില്ല. അപ്പൊ എന്തായാലും കുക്കിംഗ് കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഒളിച്ചിരുന്ന് പഠിക്കുക. അതന്നെ മനഃപൂർവ്വം. ഡിഷിന്റെ പേര് ഒന്നും പറഞ്ഞേ? സജിക്കി. അല്ല, എനിക്ക് യഥാർത്ഥത്തിൽ ഒരു പേര് കേൾക്കണം. സദ്സിക്കി വിത്ത് ഹാഷ് ബ്രൗൺസ്. സദ്സിക്കി വിത്ത് ഹാഷ് ബ്രൗൺ. ഗുഡ്. ഹാഷ് ബ്രൗൺ. നൈസ്. ശരി, അപ്പോൾ നടക്കട്ടെ. ഇത് എന്തൊക്കെയാ ചേർക്കുന്നതിനകത്ത്? ഇത് കോൺഫ്ലവർ ഉണ്ട്, മൈദ ഉണ്ട്, ചീവി, അതിലെ വെള്ളം മുഴുവൻ കളഞ്ഞ പൊട്ടാറ്റോ ഉണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് പാപ്രിക്ക, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചീസ്. ചീസ് കിട്ടും. ചീസ് കിട്ടും. അപ്പോൾ നടക്കട്ടെ, കാര്യം നടക്കട്ടെ. ഞാൻ അപ്പുറത്തൊക്കെ ഉള്ളവർ എന്താ അയലോക അല്ല, ഈ പേരൊന്ന് മറ്റേ കക്ഷിയോടും കൂടി ഒന്ന് ഇല്ല. പറഞ്ഞു. ഞാനിനി ചെല്ലുമ്പോഴേ അവിടെ ഉണരൂ. ഏതോ എവിടെയോ ഒളിച്ചിരുന്ന് ബോധം കെട്ടി കിടക്കായിരിക്കും. അല്ല, ഇത് പക്ഷേ ഇനി അഥവാ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അപ്സര എന്നോട് ചോദിക്കുകയാണ് അവിടെ എന്താ ഏട്ടാ വിഭവം എന്ന് വെച്ചാൽ ഞാനെന്ത് പറയുന്നത്? ഞാനാണ് സജിക്ക് ജയ്. സജിയുടെ ജയ്. സജിയുടെ ജയ്. അപ്പോൾ നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഞാൻ അപ്പുറത്ത് പോകാം. ശരി. നമുക്കിനി എഗ്ഗ് ആഡ് ചെയ്യാം. ഒരു സിംഗിൾ എഗ്ഗ് അത് പൊട്ടിച്ചിടാം. ഓക്കെ. ഇത് കാണുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? എനിക്ക് ഒരു ഉണ്ണാക്കും അറിയില്ല. ഓയിൽ അപ്പോൾ ഇവിടെ ഹാഷ് ബ്രൗൺ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹാഷ് ബ്രൗൺ ഫ്രൈ ആവുന്നത് ഒരു 7 to 8 മിനിറ്റ് വരെ ഒരു സൈഡ് ഫ്രൈ ആകുമ്പോൾ ക്രിസ്പ് ആവും. പിന്നെ ഒന്നുകൂടെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ അത് നല്ല ഒരു ടേസ്റ്റ് കിട്ടും, നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടും. ഇനിയിപ്പോൾ സജിക്കിയിലേക്ക് നീങ്ങിയാൽ ഇതിൽ വെള്ളരിക്ക ഫുള്ളായിട്ട് ചീവി അതിൻ്റെ വെള്ളം മുഴുവനും കളഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സോളിഡ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഹങ് കേർഡാണ് യൂസ് ചെയ്യുന്നത്. ഹങ് കേർഡ് എന്ന് പറയുമ്പോൾ തൈരിലെ വെള്ളം മുഴുവൻ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഹങ് കേർഡ് എന്ന് പറയും. ഒരു ഗ്രീക്ക് ഡിഷാണ്. അതിലേക്ക് പോകാം. അതിൽ ഡില്ലിട്ടു, ഒരു നുള്ളു പെപ്പർ ഇട്ടു, പിന്നെ തേൻ ഒഴിച്ചു. ഒഴിച്ചില്ല, ഒഴിക്കാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് പാപ്രിക്ക, ഒരു നുള്ളു. അത് മതിയാ. ഇതാണ് ഇതിൻ്റെ ഡിപ്പ്. സദ്സിക്കി എന്ന് പറയുന്നത് ഗ്രീസിൽ ഇങ്ങനെയാണ് കഴിക്കുന്നത്. തൈരിൻ്റെ വെള്ളം മുഴുവനും കളഞ്ഞ് ഹങ് കേർഡ് ആക്കിയിട്ട് അതിൻ്റെ കൂടെ വെള്ളരിക്കയുടെ വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഡില്ല്, പെപ്പർ, ഹണി, ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തിട്ടുള്ള ഒരു ഡിപ്പാണ്. അത് ഹാഷ് ബ്രൗൺ ചേർത്താണ് കഴിക്കുന്നത്. ഇത് ഫ്രൈ ആയിട്ടില്ല. അങ്ങനെ നമ്മുടെ ആയിരിക്കാണ് സാധനം. മഴ പാടും കുളിരായി പാട്ടോട്ടാ. മഴ പാടും കുളിരായി വന്നതാരോ ഇവളോ, തെന്നലായി തണലായി ഇനിയാരോ ഇവളോ.
അറിയാതൊരു മൽപ്പീലി തിരയുന്നു തമ്മിൽ നാം കാണാതിരുന്ന നേരമാകെ തനിയായി നാം മഴ പാടും കുളിരായി വന്നതാരോ ഇവളൂ. കഴിവതും വെള്ളമില്ലാതെ ഫ്രൈ ചെയ്യുന്നത് നല്ലത്, അല്ലെങ്കിൽ ക്രിസ്പ് കിട്ടാം. ഞാൻ ഈ കുക്ക് ചെയ്യുന്നത് ഏത് പാത്രത്തിലാണെന്നറിയാം? മിനോൾട്ട ഏ മിനോൾട്ട അറിയാ മിനോൾട്ട. നല്ല കേട്ടോ, എണ്ണ അധികമൊന്നും വേണ്ട. ഇതോ കണ്ട. അപ്പം നമ്മൾ 2 വിഭവം ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒന്നും കൂടി ഉണ്ട്, സണ്ണി സൈഡ് അപ്പം. സോറി, സണ്ണി സൂര്യൻ സൈഡ് എങ്ങനെ ഇരിക്കും? സൂര്യൻ എങ്ങനെ ഇരിക്കും? സൂര്യൻ എങ്ങനെ ഇരിക്കും? മഞ്ഞ കളർ റൗണ്ട് അപ്പോൾ നല്ല ശോഭിച്ചിട്ട്. അപ്പം മുട്ട പൊട്ടിച്ച് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ അത് വേഗാത്ത സൂര്യനെ പോലെ ഇരിക്കുന്ന മഞ്ഞ ഭാഗം മേളിലിരുന്നാൽ സണ്ണി സൈഡ് അപ്പ്. ഓ, അപ്പ്. അതാണ് ബുൾസ. നമ്മുടെ ഇവിടെ നാട്ടിൽ പറയുന്ന ബുൾസ. ബുൾസൈ. ബുൾസായി എന്ന് പറയുന്നത് കാളയുടെ കണ്ണ് പോലെ ഇങ്ങനെ ഇരിക്കും. നിങ്ങൾ എന്നെ നോക്കൊന്നും വേണ്ട, എൻ്റെ നല്ല ഭംഗിയിലെ കണ്ണാണ്. അതുകൊണ്ടാണ് ബുൾസായി എന്ന് പറഞ്ഞത്. അല്ല, എല്ലാവരും പറയും എൻ്റെ കണ്ണ് വലിയ കണ്ണാണെന്ന്. അത് പറയും. ഭംഗിയല്ലേ ചേട്ടാ? പിന്നല്ലാതെ പിന്നല്ല. അപ്പോൾ ഈശ്വര നമ്മളെ തന്നാക്കിയത്. കാണാതിരുന്ന നേരമാകെ തനിയായി നാം മഴ പാടും കുളിരായി വന്നതാരോ ഇവളൂ. ഔ, ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കണം. ആ അതെ. മഞ്ഞക്കരി വരുമ്പോൾ ഉളിപ്പാട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ? ഒരു പച്ചയിലൊരു മഞ്ഞയും വൈറ്റും. ഈ പിന്നെ പെപ്പർ നല്ലോണം മീൻസ് അധികം ഇടുന്നത് നല്ലതല്ലേ? ചില ഞാൻ കണ്ടിട്ടുണ്ട് ഈ മഞ്ഞയിൽ നിറയെ കുരുമുളക് പൊടി ഇട്ടിട്ട്. അത് ഓരോ ആൾക്കാരെ കഴിക്കുന്ന രീതി വെച്ചിട്ട്. അപ്പോൾ സണ്ണി സൈഡ് അപ്പ് ആയി നോക്കാം. എന്തത്? സണ്ണി സൈഡ് അപ്പ്. അപ്പോൾ ഇത് അകത്ത് ഇപ്പം മുണ്ട ആ മഞ്ഞയില്ലേ, മഞ്ഞ വെന്തിട്ടുണ്ടാവില്ല. നമ്മൾ മഞ്ഞ വേകാതെ മാത്രം എടുക്കും. Ready to serve.